മുകളിലല്ലേ മുട്ട. അവന്റെ അടുത്തേക്ക് പോകണ്ട, അവന് ഭ്രാന്താണ്. ഭ്രാന്ത്. അവന്റെ അടുത്തേക്ക് പോകണ്ട, അവന് ഭ്രാന്താണ്. ഭ്രാന്ത്. അവന് ഭ്രാന്താ. അവന്റെ അടുത്തേക്ക് പോകണ്ട കേട്ടാ. അവന് ഭ്രാന്താണ് കേട്ടാ. കണ്ടില്ലേ? ഇതാണ് ആ കട്ടിൽ. 12 പേരെ സ്ഥലം മാറ്റിയ കട്ടിൽ. മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് സ്ഥലം മാറേണ്ടി വരുന്ന യുവാക്കൾ. പക്ഷേ ഈ കട്ടിലിനെ കുറിച്ച് സമീപവാസികൾക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. എൻ്റെ പേര് ശ്രീധരൻ. ഞാൻ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. 10 വർഷത്തിനിടയ്ക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 പേരെങ്കിലും ഇവിടെ നിന്ന് ബാധയായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ കാരണന്മാരായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ രക്ഷസിൻ്റെ, കോഴിക്കോടുള്ള എന്തോ രക്ഷസിൻ്റെ കളിയാണ്, ബാധയാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. നമ്മളതിൽ വിശ്വസിച്ചു ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ താമസിക്കുന്നത് കട്ടിലിൽ കോഴിക്കോടുള്ള ഒരു ചെക്കനാണ്. രക്തരക്ഷസിന്റെ രുദ്രതാണ്ഡവത്തിൽ ദുരന്തം വേട്ടയാടുന്ന 12 പേരുടെ കഥ. എന്റെ പേര് കുഞ്ഞായിപ്പൻ. ഇതിപ്പോ ഈ വീട്ടില് ബാധയുണ്ടെന്നാണ് പറയുന്നത് കട്ടിലുമ്മ. പക്ഷെ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഇവിടെ ഇപ്പൊ ഷിബു എന്ന് പറഞ്ഞൊരു പയ്യനാണ് അവിടെ താമസിക്കുന്നത്. അപ്പോ ഞാൻ വന്നിട്ട് ആകെ 2-3 കൊല്ലമായിട്ടുള്ളൂ. 10-12 പേര് മാറിപ്പോയി എന്നൊക്കെ കേട്ടു. ഇപ്പൊ ഈ ചെക്കനെ ഭ്രാന്ത് പോലെ എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് അറിയില്ല. കാര്യങ്ങള് ഇവര് പറയണത് ഈ ബാധ കൂടിയിട്ടാണ്, രക്ഷസിന്റെ ബാധ കൂടിയിട്ടാണ് പറയണത്. പക്ഷെ എനിക്കതിൽ വിശ്വാസമില്ല. ഇവനെ വല്ല ആശുപത്രിയിലും കാണിച്ചാൽ അത് ഇപ്പൊ തന്നെ മാറ്റാം. നിങ്ങൾക്ക് വല്ല ആശുപത്രിയിലൊന്നും കാണിക്കാറുണ്ടായിരുന്നില്ലേ നിങ്ങൾ എത്ര കൊല്ലമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ? ഇല്ല, അവൻ എന്ത് പറഞ്ഞാലും അപ്പം മെക്കിട്ട് കയറാൻ നിൽക്കും. അവ വട്ടല്ലേ, ഭ്രാന്തല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ വഴിക്ക് പോട്ടെ എന്ന് അങ്ങനെ വിട്ടേക്കുന്ന അവനെ. അയൽവാസികൾ പറയുന്ന പോലെ ഷിബുവിന് ഭ്രാന്തോ അതോ ബാധ കൂടിയതോ? ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഷിബുവിനെ ദൈവം രക്ഷിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക.